നമസ്കാരം, ഞാൻ റിനോ സാക് വടക്കത്ര. പ്രധാന വാർത്തകൾ. 12 വർഷങ്ങൾക്കിപ്പുറം അഫ്സൽ ഗുരുവിന് തൂക്കുകയർ. സൂര്യനെല്ലി പെൺകുട്ടിയെ അപഹസിച്ച ജസ്റ്റിസ് ബസന്തിനെതിരെ വ്യാപക പ്രതിഷേധം. റാന്നി സെന്റ് തോമസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ആലോചനാ യോഗം നടന്നു. മഞ്ഞനിക്കര പെരുന്നാൾ സമാപിച്ചു. നാളെ മുതൽ മാരാമൺ കൺവെൻഷൻ. വാർത്തകളിലേക്ക് വിശദമായി. 12 വർഷങ്ങൾക്കിപ്പുറം പാർലമെന്റ് ആക്രമണ കേസിലെ മുഖ്യപ്രതി അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ഇന്ന് നടപ്പിലാക്കി. ഗുരുവിന്റെ ദയാഹർജി നേരത്തെ രാഷ്ട്രപതി തള്ളിയിരുന്നു. മൃതദേഹം തിഹാർ ജയിലിനുള്ളിൽ സംസ്കരിച്ചു. അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയോടനുബന്ധിച്ച് രാജ്യത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂര്യനെല്ലി പെൺകുട്ടി ബാലവേശിയായിരുന്നു എന്നും ചെറുപ്പത്തിലെ വഴിപിഴച്ചവളായിരുന്നു എന്നും സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ജസ്റ്റിസ് ബസന്ത് നടത്തിയ അഭിപ്രായം ഒളിക്യാമറയിൽ പകർത്തി ടെലികാസ്റ്റ് ചെയ്തത് ബസന്തിനെതിരെ വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചു. ബസന്തും ജസ്റ്റിസ് ഗഫൂറും ഉൾപ്പെട്ട ബെഞ്ചാണ് സൂര്യനെല്ലി പ്രതികളെ നേരത്തെ വെറുതെ വിട്ടിരുന്നത്. വാർത്തകൾ തുടരുന്നു. ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. 118ാമത് മാരാമൺ കൺവെൻഷൻ നാളെ ആരംഭിക്കും. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഉച്ചയ്ക്ക് 2:30 ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. നിങ്ങൾ എൻ്റെ സാക്ഷികളാകുക എന്നതാണ് വിഷയം. സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ആലോചനാ യോഗം ഇന്നുച്ചയ്ക്ക് 2:30 റാന്നി സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിഡന്റ് രാജു എബ്രഹാം MLA, സെക്രട്ടറി അഡ്വക്കേറ്റ് ശശി ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി. പഠിപ്പിച്ച കുട്ടികൾ നല്ല നിലയിൽ കാണുന്നതാണ് ഒരു അധ്യാപകൻ്റെ സന്തോഷം. ഒരു കോളേജിൻ്റെ സന്തോഷം അതാണ്. ഒരു സ്ഥാപനത്തിൻ്റെ സന്തോഷം അതാണ്. അവരിൽ കൂടെ കയറിയിറങ്ങിയ കുട്ടികൾ, ആ ക്യാമ്പസിൽ നിന്നും പടിയിറങ്ങിയ കുട്ടികൾ നല്ല നിലയിൽ കാണുന്നതാണ് ആ കോളേജിൻ്റെ സന്തോഷം. 2014 യോഗത്തിന്റെ സന്ദേശം നമ്മളെല്ലാം ചേർന്നാണ്. ഇവിടെ ഞാനും ശശി ഫിലിപ്പും ഒക്കെ ഭാരവാഹികൾ കടലാസ് എഴുത്തുകുത്തുകൾ നടത്താനുള്ള ഒരു ഭാരവാഹികളാണ് മാത്രം. ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ഈ അശ്വമേധത്തെ നയിക്കേണ്ടത്. നമ്മളെല്ലാം ഒരുമിച്ച് ഒരേ മനസ്സായിരിക്കണം. ആലോചനായോഗമാണ്. പൂർണ്ണമായ രീതിയിൽ പൂർണ്ണമായ പരാജയവും ഈ യോഗത്തിൽ അവകാശപ്പെടുന്നില്ല. ഇത് രണ്ടും നൽകുന്നുണ്ട്. പൂർണ്ണമായ നിയമനങ്ങൾ, പൂർണ്ണമായ പരാജയവും. അതുകൊണ്ട് അത് രണ്ടിനെ അവകാശപ്പെടുന്നില്ല. ആ സത്യം ഇത് ഇത്രയും പേരുടെ കൂടിയുള്ള സന്തോഷം ഇവിടെ അറിയിക്കുന്നു. ആയതിനു ശേഷം ഞാൻ വളർന്നു കണ്ടപ്പോഴൊക്കെ എന്റെ മനസ്സിലൂടെ വന്ന വികാരങ്ങൾ തന്നെയാണ്. കാരണം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര താല്പര്യമാണ് സത്യം. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ അനുഭവങ്ങളുടെ പങ്കുവയ്ക്ക് 50 വർഷം അല്ലാതെ റാന്നിയുടെ ഇന്ന് കാണുന്ന മുഖച്ഛായയുടെ പ്രധാന കാരണം ഇവിടുത്തെ
വിദ്യാഭ്യാസപരമായ ഒരു വലിയ വിപ്ലവമായിരുന്നു റാന്നി ഒരു കോളേജ് ഉണ്ടായിരുന്നു. വളരെയധികം ഈ കോളേജിന്റെ ഫ്യൂച്ചറായി ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ക്ലാസ് തുടങ്ങിയപ്പോൾ പ്രിൻസിപ്പൽ അന്ന് മാറ്റി സാർ കരഞ്ഞുപോയി. കാര്യം ഞങ്ങൾക്ക് ആ ഗ്രാജുവേഷൻ ആ വർഷം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. അഡ്മിഷൻ കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞാണ് അതിന് യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നേഷൻ കിട്ടിയത്. പിന്നീട് 2000-ൽ ഒരു ചുരുങ്ങിയ കാലത്ത് ഈ കോളേജിൽ അധ്യാപകനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഷോർട്ട് പീരീഡിൽ. അപ്പോൾ വിദ്യാർത്ഥി, മാനേജിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹി, അധ്യാപകൻ എന്ന ഒക്കെ നിലയിലുള്ള ബന്ധങ്ങൾ ഒരുപക്ഷെ ഇവിടെ വന്നിട്ടുള്ള ആർക്കും തന്നെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ നിരവധി ആളുകളുണ്ട്. മരണം കൊണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട്. ഞാൻ ആദ്യമേ തന്നെ അവരുടെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. കാരണം അവർക്ക് 2014 നടക്കുന്ന പരിപാടിയിലേക്ക് ഈ കോളേജിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള, ഈ കാലഘട്ടത്തിൽ ഇവിടെ പഠിക്കുകയും പുറത്തു പോവുകയും ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി നമുക്ക് നടത്താൻ കഴിയണം. ഇതിനെ ഈ നാടിൻ്റെ ഒരു ഘടാകളൊക്കായി കാണുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സംഗതിയാകട്ടെ. അതിന് അലംനി അസോസിയേഷൻ ഒരു മുഖാന്തരമായി പേരിട്ട് എന്ന് ആശംസിച്ചുകൊണ്ടും തിരഞ്ഞു ഞാനൊരു പരിചിത വദനം തിരിഞ്ഞു നോക്കി പലരെയും തിരിച്ചു വരവിൻ മോദമതെങ്ങും തിരികെ വരില്ലീ ദിനമിനിയും തുമ്പികളെപ്പോൾ പാറി നടന്നവർ മുദ്രാവാക്യം മൂളി നടന്നവർ 1964 ആരംഭിച്ച് 1968 അപ്ഗ്രേഡ് ചെയ്ത ഈ കോളേജ് വളർച്ചയുടെ പാതയിൽ നിൽക്കുകയാണ്. അക്കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പൽ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. മാനേജ്മെന്റിനെ സംബന്ധിച്ച് പറയുവാൻ ഉള്ളത് 2014 നടക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏറ്റവും വർണ്ണോജ്വലമാക്കുക. തിരുവിനെ കാണുമ്പോൾ സീനിയറായി അഭിനയിക്കാൻ അവസരം കിട്ടും. എല്ലാവർക്കും നന്ദി. ധനപ്രായ മെഡിക്കൽ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ സമ്പത്താണ്. ആ നിലയിൽ അവർക്ക് ഈ കോളേജിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ അത് തീർച്ചയായും ഒരു അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് പറയുവാൻ ഞാൻ വീണ്ടും ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒപ്പം നമ്മുടെ കോളേജിൽ നിന്ന് പാസ്സായിട്ടുള്ള അനേകം എഞ്ചിനീയേഴ്സ്, IT രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, മറ്റതുപോലെ സാങ്കേതിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജിൻ്റെ മുതൽക്കൂട്ടാണ്. എൻ്റെ മത്സര ശിഷ്യരായ മൂന്നല്ല ധാരാളം പേരുടെ ഇരിക്കുന്നു. അഭിമന്യ തിരുമേനി ഇരിക്കുന്നു, റാന്നിയുടെ കണ്ണിലുണ്ണിയായ MLA രാജുവായിരിക്കുന്നു, കോളേജിന്റെ നെടുന്തൂണായ മാനേജർ ഇരിക്കുന്നു, ഞാൻ ആരാധിക്കുന്ന, ഞാൻ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സണ്ണി സാറ്, AP ജോസഫ് അച്ഛന്, എൻ്റെ മറ്റുള്ള ശിഷ്യരായ ശശി വിലേപ്, പിന്നെ ഇതുപോലെ ലോകം മുഴുവൻ അറിയുന്ന, ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന സണ്ണിക്കുട്ടി എബ്രഹാം, അതിലെല്ലാം ഉപരിയായിട്ട് എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് എന്നോട് പറയുന്നതിനകത്ത് 100% സത്യമുണ്ട്. ആനന്ദലത്തേക്ക് ഇനി ഇതിൽ പരം നിനക്ക് എന്ത് വേണമെന്ന് ഞാൻ വളരെയധികം സന്തോഷപ്പെടുന്നു. റാന്നി സെന്റ് തോമസ് കോളേജിൽ മുമ്പ് പഠിച്ച എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ രാജു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ വളരെ നല്ല ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. എല്ലാവർക്കും എൻ്റെയും ഹൈക്കമാൻഡിൻ്റെ 1000 നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. VS അച്യുതാനന്ദനെയും നമുക്ക് ക്ഷണിക്കാം. പേരിലെത്തുന്നു സഖാവ് VS അച്യുതാനന്ദൻ. വളരെ രഹിതവും സംഗീതവുമായി പറയുകയാണെങ്കിൽ
റാന്നി പെരുന്നാട് 33 kV സബ്സ്റ്റേഷനിൽ നിന്നും പെരുന്നാട് ടൗൺ ഫീഡറിൽ 11-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വൈദ്യുതി വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. പേരൂർച്ചാൽ പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 15 വർഷമായി മുടങ്ങിക്കിടന്ന പുനർനിർമ്മാണം നടത്തുവാൻ പഴുതുകളടച്ച പ്രവർത്തനങ്ങളാണ് ഇക്കുറി നടക്കുക. വാർത്തകൾ തുടരുന്നു, ഇടവേളയ്ക്ക് ശേഷം. ഫെബ്രുവരി 17 മുതൽ 24 വരെ നടത്തപ്പെടുന്ന 67ാമത് റാന്നി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾക്കായുള്ള വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം 11-ാം തീയതി തിങ്കളാഴ്ച 2 മണിക്ക് രാജു എബ്രഹാം MLAയുടെ അധ്യക്ഷതയിൽ റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേരുമെന്ന് തഹസിൽദാർ അറിയിച്ചു. റാന്നി പഴവങ്ങാടിക്കര സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിനും ക്രമക്കേടുകൾക്കുമെതിരെ CPIM നേതൃത്വത്തിൽ വൻപിച്ച ബഹുജന മാർച്ചും ധർണയും നടന്നു. ബാങ്ക് ഓഫീസ് പടിക്കൽ നടന്ന മാർച്ചും ധർണയും CPIM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ ഉദ്ഘാടനം ചെയ്തു. NB സോമൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ രാജു എബ്രഹാം MLA, PS മോഹനൻ, പാർട്ടി താലൂക്ക് സെക്രട്ടറി MS രാജേന്ദ്രൻ, TC അംഗങ്ങളായ റോഷൻ റോയ് മാത്യു, PR പ്രസാദ്, ജോർജ് ഫിലിപ്പ്, കോമ്പളം അനിരുദ്ധൻ, KK സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ ബാങ്ക് പ്രസിഡന്റും ബാങ്ക് സെക്രട്ടറിയും കൂടി ഗൂഢാലോചന നടത്തി 5 ലക്ഷം രൂപ വ്യാജമായി കാർഡുണ്ടാക്കി അംഗത്വമുണ്ടാക്കി തട്ടിയെടുത്തു. പഴവങ്ങാടി സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, അതുപോലെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അവർക്ക് ലഭിച്ച അധികാരത്തെ ദുർവിനിയോഗം ചെയ്ത് ആ പൊതുപണം കൊള്ളയടിച്ചു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് വന്നിരിക്കുന്നത്. അങ്ങനെ കേസ് വന്ന ഒരു പ്രതികളായിട്ടുള്ള ഭരണസമിതി പ്രസിഡന്റും അതുപോലെ തന്നെ സെക്രട്ടറിയും ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല എന്ന് പറയാനുള്ള ആർജവത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. വേറെ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങൾക്ക് ആർജവത്തോട് ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് ഒരു മടിയും വേണ്ട. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്ന നടപടിയാണോ പഴവങ്ങാടി സർവീസ് ബാങ്കിൽ നടക്കുന്നത്? ഈ ബാങ്കിൽ എങ്ങനെ ഒരു വ്യക്തി പണം നിക്ഷേപിക്കും? പണം നിക്ഷേപിക്കുന്ന ആളുകളുടെ പണം വ്യാജ ഒപ്പിട്ട് എടുക്കില്ല എന്ന് എന്തെങ്കിലും ഉറപ്പ് ഈ ഭരണസമിതിക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിയുമോ? അന്തരിച്ച മുൻ MLA KK നായരുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. KK നായരോടുള്ള ആദരസൂചകമായി കോഴഞ്ചേരി താലൂക്കിൽ 10 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ ആചരിച്ചു. സംസ്കാരം 2 മണിക്ക് വെട്ടിപ്പുറത്തുള്ള ഭവനാങ്കണത്തിലാണ് നടന്നത്. നിര്യാതയായി റാന്നി മന്ദിരം മേപ്രത്ത് PK ജോർജിന്റെ ഭാര്യ ഏലിക്കുട്ടി ദുബായിൽ നിര്യാതയായി. സംസ്കാരം പിന്നീട് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 12 വർഷങ്ങൾക്കിപ്പുറം അഫ്സൽ ഗുരുവിന് തൂക്കുകയർ. സൂര്യനെല്ലി പെൺകുട്ടിയെ അപഹസിച്ച ജസ്റ്റിസ് ബസന്തിനെതിരെ വ്യാപക പ്രതിഷേധം. റാന്നി സെന്റ് തോമസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ ആലോചനാ യോഗം നടന്നു. മഞ്ഞനിക്കര പെരുന്നാൾ സമാപിച്ചു. നാളെ മുതൽ മാരാമൺ കൺവെൻഷൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.